ക്ലാസ്സുകൾ കേൾക്കുന്നതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കുകയും ചെയ്യണം. ഇംഗ്ലീഷിൻ്റെ 5ാമത്തെ ചാപ്റ്റർ ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലേക്ക് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഇന്ധനങ്ങൾ ലഭ്യമാകുക എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഈ 5ാമത്തെ ചാപ്റ്റർ പറയുന്നത്. നമുക്ക് നോക്കാം. സെക്ഷൻ 1 പറയുന്നത് ദ ബസ് വേർഡ് ടുഡേ ഈസ് ക്ലീൻ എനർജി, സംതിങ് ദാറ്റ് വി ക്യാൻ റീഡ് ഫ്രം നേച്ചർ. എന്താണ് പറയുന്നത്? ബസ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യവാക്ക്. അതായത് നമുക്ക് നാച്ചുറലായിട്ട്, അതായത് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കാൻ പറ്റുന്ന ക്ലീൻ എനർജിയെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. സംതിങ് ദാറ്റ് വി ക്യാൻ റീഡ് ഫ്രം ദ നേച്ചർ, നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. ആൻഡ് ദ search has led man to the sun, that means solar, the wind, the tides, tidal, water or hydro and even biogas. ഇപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള എനർജികളാണ് നമുക്ക് പൊതുവെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്? സണ്ണുണ്ട്, സൺ മീൻസ് സൂര്യനിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ വിൻഡ് എനർജി ഉണ്ട്, സണ്ണ്, വിൻഡ്, ടൈഡ്, വാട്ടർ, ഹൈഡ്രോ ആൻഡ് ഈവൻ ബയോഗ്യാസ്. അപ്പം കാറ്റിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ട്. പിന്നെ ടൈഡ്സ്, അതായത് തിരമാലകളിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ട്. അതുപോലെ വെള്ളത്തിൽ നിന്നുണ്ട്. പിന്നെ ബയോഗ്യാസിൽ നിന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഇന്ധനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ദ ഗുഡ് ന്യൂസ് ഈസ് ദാറ്റ് വി ഇൻ ഇന്ത്യ ഹാവ് റീസൺ ടു ബി പ്രൗഡ്. Not only do we have the world's only ministry for renewable energy sources. അതായത് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ പറ്റത്തക്ക രീതിയിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പുനരുപയോഗിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള എനർജി സോഴ്സസ് അവൈലബിൾ ആണ്. അത് മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ എനർജി സോഴ്സസ്, പുനരുപയോഗിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള എനർജി സോഴ്സസിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. പിന്നെ ബട്ട് വി ആർ ഓൾസോ ദ വേൾഡ്സ് 5th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വിൻഡ് എനർജി. അത് മാത്രമല്ല, നമ്മൾ എത്രാമത്തെയാണ്? വേൾഡിലെ 5th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വിൻഡ് എനർജിയാണ്. കാരണം 5ാമത്തെ സ്ഥാനം, ലോകത്തിൽ വിൻഡ് എനർജിയിൽ 5ാമത്തെ സ്ഥാനവും നമുക്കുണ്ട്. അപ്പം വിൻഡ് എനർജി ഈസ് ഡിറൈവ്ഡ് through a process where wind is used to generate mechanical power or electricity. എന്താണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്? It is derived through a process where wind is used to generate mechanical power or electricity. അതായത് കാറ്റിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് ഒരു യാന്ത്രികോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റുക, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റുക. അതാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. ഇപ്പം പണ്ട് കാലങ്ങളിൽ കറണ്ടൊന്നും ഇല്ലാതിരുന്ന സാഹചര്യങ്ങളിൽ അവിടങ്ങളിലൊക്കെ വിൻഡ് എനർജി യൂസ് ചെയ്തിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ പറ്റുന്ന, അതായത് കാറ്റ് അടിക്കുന്ന നല്ല ശക്തിയിൽ കാറ്റടിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിണറ്റിലെ മോട്ടർ പ്രവർത്തിക്കുകയും, അതായത് ശക്തി കാറ്റടിക്കുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നു. ആ മെക്കാനിക്കൽ പവറും ഇലക്ട്രിസിറ്റിയും രണ്ടും കൂടെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ കിണറ്റിൽ നിന്ന് കിണറ്റിലിരിക്കുന്ന മോട്ടർ പ്രവർത്തിച്ച് വെള്ളം പുറത്തേക്ക് എത്തിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കറണ്ടൊക്കെ ഇലക്ട്രിസിറ്റിയൊക്കെ സുലഭമായതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. പിന്നെ തമിഴ്നാടുകളിലും മറ്റുള്ള കാറ്റാടി യന്ത്രങ്ങൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പല കണ്ടുപിടുത്തങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് വിൻഡ് എനർജിയെ ബേസ് ചെയ്തിട്ട് നടക്കുന്നുണ്ട്. നമ്മളുടെ ചെറിയ ചുറ്റുപാടുകളിൽ, അല്ലെങ്കിൽ ചുറ്റുപാടുകൾ വലുതാണ്, പക്ഷെ നമ്മൾ വളരെ ചെറുതാക്കുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും നമുക്ക് അറിയേണ്ട എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ചുറ്റുപാടുകൾ നമ്മൾ മനഃപൂർവ്വം ചെറുതാക്കുന്നതാണ്. അപ്പം വിൻഡ് ടർബിൻസ് കൺവേർട്ട് ദ കൈനറ്റിക് എനർജി ഇൻ ദ വിൻഡ് ഇൻറ്റു മെക്കാനിക്കൽ പവർ. എന്താണ്? ശക്തമായ കാറ്റടിക്കുമ്പോൾ ആ കൈനറ്റിക് എനർജീനെ എന്തിലേക്ക് മാറ്റുന്നു? മെക്കാനിക്കൽ പവറിലേക്ക് മാറ്റുന്നു. വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്പെസിഫിക് ടാസ്ക് such as grinding grains or pumping water. നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം പമ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ ധാന്യങ്ങളൊക്കെ പൊടിക്കാനും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ഈ പറയുന്ന വിൻഡ് എനർജി യൂസ് ചെയ്യാറുണ്ട്. എ ജനറേറ്റർ കൺവേർട്സ് ദിസ് മെക്കാനിക്കൽ പവർ ഇൻറ്റു ഇലക്ട്രിസിറ്റി. ജനറേറ്റർ ഒരു മെക്കാനിക്കൽ പവർ എങ്ങോട്ടേക്ക്? ഇലക്ട്രിസിറ്റിയിലേക്ക് മാറ്റുന്നത്. കാരണം മിക്ക വീടുകളിലും ഇപ്പോഴും ചില അവസരങ്ങളിലൊക്കെ
ഓൾമോസ്റ്റ് പിന്നെ എന്താണ് ഇൻവേർട്ടറുകളില്ലാത്ത ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ട്. ഇൻവേർട്ടറൊക്കെ ഇന്നത്തെ കാലഘട്ടങ്ങളിലാണ് വന്നത്. ഇതിനു മുമ്പ് ഇൻവേർട്ടറുകളില്ലാത്ത കാലഘട്ടത്തിൽ എന്താണ് പിന്നെ ജനറേറ്ററുകളാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനറേറ്ററിൻ്റെ അകത്തൂടെ ഉള്ള പ്രഷർ ആ പ്രഷറിനെ മെക്കാനിക്കൽ പവറിൽ നിന്ന് എന്തായിലേക്ക് മാറ്റുന്നു, ഇലക്ട്രിസിറ്റിയിലേക്ക് മാറ്റി മൊത്തം ഇലക്ട്രിസിറ്റി അവൈലബിൾ ആക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമുക്കറിയാം. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ കല്യാണ വീടുകളിലൊക്കെ ഈ ജനറേറ്ററുകളാണ് യൂസ് ചെയ്തത്. പണ്ട് കാലങ്ങളിൽ മാത്രമല്ല, ഇപ്പോഴും ഓൾമോസ്റ്റ് എല്ലാവരും കല്യാണ വീടുകളിലൊക്കെ ഈ പറഞ്ഞ ജനറേറ്ററുകൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ വീടുകളിൽ കറണ്ട് എത്തുകയും എല്ലാ ലൈറ്റുകളും കാര്യങ്ങളും ഇതൊക്കെ അതിൻ്റെ അകത്തൂടെ പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അറിവില്ലായ്മയല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. Next, since recorded history, wind power has been used to move ships, grind grain and pump water. There is evidence that wind energy was used to propel boats along the Nile as early as 5000 BC. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, റെക്കോർഡിക്കലി ഹിസ്റ്ററി റെക്കോർഡ് ചെയ്തിരിക്കുന്ന പോലെ നമ്മൾ പറഞ്ഞിരുന്ന വേറെ സോഷ്യോളജിയുടെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിസ്റ്ററി ഹിസ്റ്ററി എന്ന് പറയുന്നത് റെക്കോർഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ റെക്കോർഡഡ് ഹിസ്റ്ററി പ്രകാരം വിൻഡ് പവർ ഹാസ് ബീൻ യൂസ്ഡ് ടു മൂവ് ഷിപ്സ്, ഗ്രൈൻഡ് ഗ്രെയിൻ ആൻഡ് പമ്പ് വാട്ടർ. അപ്പം ആ വിൻഡ് പവറിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് ഷിപ്പ് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ധാന്യങ്ങളും മറ്റും പൊടിക്കുന്ന മെഷീനുകൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം ദർ ഈസ് എവിഡൻസ് ദാറ്റ് വിൻഡ് എനർജി വാസ് യൂസ്ഡ് ടു പ്രോപ്പൽ ബോട്ട്സ് എലോങ് ദ നൈൽ ആസ് ഏർലി ആസ് 5000 BC. അതായത് ക്രൈസ്റ്റ് വരുന്നതിന് 5000 വർഷങ്ങൾക്ക് മുമ്പ് നൈൽ നദീ തടങ്ങളിൽ വിൻഡ് എനർജി യൂസ് ചെയ്തിട്ടാണ് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും. കാരണം നമ്മൾ പഴയ ഈജിപ്ഷ്യൻ സംസ്കാരങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. അത് അവർക്ക് ആവശ്യത്തിൽ കവിഞ്ഞ സാധനങ്ങൾ അവർ അഗ്രികൾച്ചർ ബേസിൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വിൽപ്പന നടത്താൻ വേണ്ടി അവർ ഷിപ്പ് ത്രൂ അല്ലെങ്കിൽ കടൽ മാർഗമാണ് പോയതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അവർ കടൽ മാർഗം പോകാൻ വേണ്ടി യൂസ് ചെയ്ത ബോട്ട് ഈ പറയുന്ന വിൻഡ് എനർജി ത്രൂ ആണ് പ്രവർത്തിപ്പിച്ചിരുന്നത്. അപ്പം 5000 വർഷം എന്നല്ല ഇവിടെ പറയേണ്ടത്, ബിഫോർ ക്രൈസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പം ക്രൈസ്റ്റ് വരുന്നതിനും 5000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വക കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. ഹിസ്റ്ററിയിലെ റെക്കോർഡ്സ് പ്രകാരം ഇതൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി സെക്കൻഡ് സെക്ഷനിൽ പറയുന്നത് വാട്ട് ഹാസ് ബീൻ ദ ഹിസ്റ്ററി ഓഫ് മാൻസ് യൂസ്ഡ് ഓഫ് വിൻഡ് എനർജി, വേർ ആൻഡ് ഹൗ ഈസ് വിൻഡ് എനർജി യൂസ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ എന്താണ് പറയുന്നത്, എങ്ങനെയൊക്കെയാണ് വിൻഡ് എനർജി യൂസ് ചെയ്ത് ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് അത് യൂസ് ചെയ്തിട്ടുള്ളത്, എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ സെക്കൻഡ് സെക്ഷനിൽ പറയുന്നത്. അപ്പം ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മില്യൺസ് ഓഫ് വിൻഡ് മിൽസ് വെയർ ഇറക്റ്റഡ് ആസ് ദ അമേരിക്കൻ വെസ്റ്റ് വാസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ ലേറ്റ് 19th century. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, 19th century 19ാം നൂറ്റാണ്ടിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഒരുപാട് വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദം വെയർ യൂസ്ഡ് ടു പമ്പ് വാട്ടർ ഫോർ ഫാംസ് ആൻഡ് റാഞ്ചസ്. അതിൽ അധികവും എന്തിനു വേണ്ടിയിട്ടാണ് അവർ വിൻഡ് മില്ല് സ്ഥാപിച്ചത്, അവരുടെ ഫാമിലേക്കും കൃഷിയിടങ്ങളിലേക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവരധികവും പിന്നെ ഈ പറയുന്ന വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ബൈ 1910 wind turbine generators were producing electricity in many European countries, and while today one associates windmills with the Netherlands where they are used for pumping water, it is in Denmark that wind is an effective source of energy. എന്താ പറഞ്ഞിരിക്കുന്നത്, യൂറോപ്പ് 1910 ആയപ്പോഴത്തേക്കും 19ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിലാണ് യുണൈറ്റഡ് സ്റ്റേറ്റുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന വിൻഡ് മില്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 1910 ആയപ്പോഴത്തേക്കും വിൻഡ് ടർബൈൻ ജനറേറ്റേഴ്സ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തു. എല്ലാം പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി ഇൻ മെനി യൂറോപ്യൻ കൺട്രീസ്. ആദ്യ കാലഘട്ടങ്ങളിൽ അവർ കൃഷിയിടങ്ങളിൽ വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തത്. പിന്നീടത് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവർ പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്തു. ആൻഡ് വൈൽ ടുഡേ വൺ അസോസിയേറ്റ്സ് വിൻഡ് മിൽസ് വിത്ത് ദ നെതർലാൻഡ്സ് വെയർ ദേ ആർ യൂസ്ഡ് ഫോർ പമ്പിങ് വാട്ടർ, ഇറ്റ് ഈസ് ഇൻ ഡെൻമാർക്ക്. അപ്പം ഡെൻമാർക്കിൽ പമ്പിങ് വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ വിൻഡ് മിൽസ് യൂസ് ചെയ്യുന്നുണ്ട്.
ദാറ്റ് വിൻഡ് ഈസ് എഫക്റ്റീവ് സോഴ്സ് ഓഫ് എനർജി. കാരണം ആ കാറ്റ് ഒരു നല്ലൊരു ഊർജ്ജമാണെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതിന് ശേഷം ഓരോരുത്തരും അതിനെ ബേസ് ചെയ്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ക്ലോസ് ടു ഹോം, തമിഴ്നാട് വാസ് എമംഗ് ദ ഫസ്റ്റ് ഇന്ത്യ ടു ഗീവ് എ ഫിലിപ്പ് ടു വിൻഡ് എനർജി ഓവർ 10 years ago ആൻഡ് കണ്ടിന്യൂസ് ടു ബി എ ലീഡർ. അപ്പം നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമുക്ക് എടുത്തു പറയുവാണെങ്കിൽ തമിഴ്നാട്ടിലാണ് ആദ്യ വിൻഡ് മിൽസ് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സംരംഭങ്ങൾ വന്നത്. തമിഴ്നാട്ടിൽ ഏതാണ്ട് 10 വർഷത്തോളമായി തമിഴ്നാട്ടിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള വിൻഡ് മിൽസ്, അതായത് ഒരുപാട് വിൻഡ് മിൽസ് അവരവിടെ സ്ഥാപിച്ചു ഒരു ഏരിയയിൽ. കാരണം നമുക്കറിയാം പാറപ്രദേശങ്ങൾ പോലുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ നല്ലപോലെ കാറ്റ്, കുന്ന് പോലുള്ള ഏരിയയിലൊക്കെ നല്ലപോലെ കാറ്റുകൾ ആഞ്ഞു വീശുന്നു. അപ്പം ഇതിൽ നമ്മുടെ നാടിനോട് ചേർന്ന് ഏറ്റവും അധികം പറയുന്നത് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വിൻഡ് മിൽസ്, വിൻഡ് എനർജി സ്ഥാപിച്ചിട്ട് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിയർലി ഹാഫ് ഓഫ് ഇന്ത്യാസ് 2000 NW of installed capacity ഫ്രം വിൻഡ് എനർജി കംസ് ഫ്രം തമിഴ്നാടു. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ 2000 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള വിൻഡ് എനർജി വന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. വിൻഡ് ടർബിൻസ് ഹാവ് ബീൻ ഡെക്കറേറ്റിംഗ് അവർ ലാൻഡ്സ്കേപ്പ് നിയർ മധുരൈ ആൻഡ് ബിയോണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ തുടർന്ന് മധുരയിലും ഒക്കെ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. In Chennai, at the Center for Wind Energy Technology, research is done to check out various wind sites where wind energy can be tapped. അപ്പം ചെന്നൈയിലും ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ എവിടെയാണ് വിൻഡ് എനർജി സ്ഥാപിക്കാൻ പറ്റുന്നതെന്ന് നോക്കിയിട്ട്. ആൻഡ് വിൻഡ് ടർബിൻസ് ഓഫ് വേരിയസ് സൈസസ് ആർ ചെക്ക്ഡ് ടു സീ if they are delivering what they promised to do. Wind energy is also abundant in many parts of India from Gujarat, Andhra Pradesh and Kerala to the hilly regions in Maharashtra. അപ്പം ഇതിനെക്കുറിച്ചിട്ട് ഇതുപോലെയുള്ള വിൻഡ് എനർജികൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്നതിനെ കുറിച്ചിട്ട് പഠനങ്ങളും എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒക്കെ നടക്കുന്നുണ്ട്. എവിടെയൊക്കെ? ഗുജറാത്തിലും ആന്ധ്രാപ്രദേശിലും കേരളത്തിലും പിന്നെ മഹാരാഷ്ട്രയിലെ ഹില്ലി റീജിയൻസിലും. കാരണം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, നല്ല പൊക്കമുള്ള സ്ഥലത്ത് പൊക്കമുള്ള നിരന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല ശക്തിയിൽ കാറ്റൊക്കെ വീശുമ്പോൾ നമുക്ക് കാറ്റൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വിൻഡ് മിൽ സ്ഥാപിച്ചിട്ട് അതുകൊണ്ട് ഉപകാരമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സെക്ഷൻ 3 പറയുന്നത് ഈസ് വിൻഡ് എനർജി പോപ്പുലർലി യൂസ്ഡ്, വാട്ട് ആർ അഡ്വാൻറ്റേജസ്, ഡസ് ഇറ്റ് ഹാവ് എനി ഡ്രോബാക്സ്. അപ്പം വിൻഡ് എനർജിക്ക് സ്ഥിരമായിട്ട് എല്ലാവരും യൂസ് ചെയ്യാറുണ്ടോ, അതുകൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളുണ്ട്, ഇനി അതുകൊണ്ട് എന്തൊക്കെ ഡ്രോബാക്സ് ഉണ്ട്. കാരണം നമുക്കറിയാം ഏതൊരു കാര്യത്തിന് ഉപകാരമുണ്ടോ അതുപോലെ തന്നെ അതിനൊരു ഡ്രോബാക്സും ഉണ്ട്. അപ്പോൾ ഇവിടെ അതെന്താണെന്നാണ് പറയുന്നത്. ഇൻ ദ വെസ്റ്റ് സർവേസ് ഹാവ് കൺസിസ്റ്റൻ്റ്ലി ഷോൺ ദാറ്റ് പബ്ലിക് പ്രിഫേഴ്സ് വിൻഡ് അതർ ദാൻ റിന്യൂവബിൾ എനർജി ഫോംസ് ഓവർ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് ജനറേഷൻ. അപ്പം പരമ്പരാഗത രീതിയിലുള്ളതിനേക്കാളിലും കൂടുതൽ ജനങ്ങൾക്ക് എപ്പോഴും പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എനർജികളോടാണ് താല്പര്യം. വിൻഡ് എനർജി ഈസ് ഫ്രീ റിന്യൂവബിൾ റിസോഴ്സസ്, സോ നോ മാറ്റർ ഹൗ മച്ച് ഈസ് യൂസ്ഡ് ടുഡേ there will still be the same supply in the future. അപ്പം നമുക്ക് അറിയാം കാറ്റെന്ന് പറയുന്ന പ്രകൃതിയുടെ ഒരു വരദാനമാണ്. അത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് എവിടെയും ചാർജസ് കൊടുക്കേണ്ടതില്ല. അതുമാത്രമല്ല അത് നമുക്ക് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം, കാരണം അത് പുനരുപയോഗിച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സംരംഭങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്ക് ഒരുപാട് സാധ്യതകൾ മുന്നോട്ട് കാണുന്നു. വിൻഡ് എനർജി ഈസ് ഓൾസോ സോഴ്സ് ഓഫ് ക്ലീൻ നോൺ പൊല്യൂട്ടിങ് ഇലക്ട്രിസിറ്റി. കാരണം ഇലക്ട്രിസിറ്റി വരുമ്പോൾ ഉള്ള പോലത്തെ അത്രയും ഇത് വരുന്നില്ല. നമുക്ക് വിൻഡ് എനർജി മാക്സിമം നാച്ചുറലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതിനെ ഇലക്ട്രിസിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അൺലൈക്ക് കൺവെൻഷണൽ പവർ പ്ലാന്റ്സ്, വിൻഡ് പ്ലാന്റ്സ് എമിറ്റ് നോ എയർ പൊല്യൂട്ടൻസ് ഓർ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതായത് മറ്റുള്ള പവർ പ്ലാന്റ്സ് പോലെ, അതായത് ആ ഇലക്ട്രിസിറ്റിയൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ വരുന്ന മറ്റുള്ള പവർ പ്ലാന്റ്സ് പോലെ ഇതിൻ്റെ അകത്തുനിന്ന് പ്രത്യേകിച്ച് നമുക്കൊരു ഗ്യാസസോ മറ്റ് എയർ പൊല്യൂഷനോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് സ്മൂത്തായിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വിൻഡ് എനർജി എന്ന് പറയുന്നത്. ഇൻ 1990s കാലിഫോർണിയാസ് wind power plants offset the emission of more than 2.5 billion pounds of carbon dioxide and 15 million pounds of other pollutants that would have otherwise been produced. അപ്പം കാലിഫോർണിയയിൽ എന്താ പറയുക, പവർ പ്ലാന്റ്സിൽ നിന്ന്
ഈ 1990 1990-കളിലെ കാലഘട്ടങ്ങളിലെ കഥയാണ് പറയുന്നത്. കാലിഫോർണിയയിലെ വിൻഡ് പവർ പ്ലാന്റ്സിൽ നിന്ന് പുറത്ത് വന്നിരിക്കുന്ന 2.5 ബില്യൺ പൗണ്ട്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാരണം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആൻഡ് 15 മില്യൺ പൗണ്ട്സ് ഓഫ് അതർ പൊല്യൂട്ടൻറ്റ് ദാറ്റ് ഹാവ്സ് അതർവൈസ് ബീൻ പ്രൊഡ്യൂസ്ഡ്. അപ്പം 2.5 ബില്യൺ പൗണ്ട്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡും മറ്റുള്ള പൊല്യൂട്ടൻ്റ് ഐറ്റംസ് 15 മില്യൺസും ഇതിൽ നിന്ന് ഇങ്ങനെ വിൻഡിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റ് എമിഷൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ദാറ്റ് മീൻസ് പൊല്യൂട്ടൻസ് അന്തരീക്ഷങ്ങളെ പൊല്യൂട്ടൻ്റ് ആയി പോകുന്നുണ്ട്, മലിനീകരണത്തിലേക്ക് വരുന്നുണ്ട്. ഇറ്റ് വുഡ് ടേക്ക് എ ഫോറസ്റ്റ് ഓഫ് 90 മില്യൺ ടു 175 മില്യൺ ട്രീസ് ടു പ്രൊവൈഡ് ദ സെയിം എയർ ക്വാളിറ്റി. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് കാറ്റൊക്കെ വരണമെങ്കിൽ അത് അവിടെ എന്തുണ്ടായിരിക്കണം, മരങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനുള്ള ക്വാളിറ്റിയും അവിടെ കണക്ക് പറഞ്ഞിട്ട് ഇറ്റ് വുഡ് ടേക്ക് എ ഫോറസ്റ്റ് ഓഫ് 90 മില്യൺ ടു 170 മില്യൺ ട്രീസ് ടു പ്രൊവൈഡ് ദ സെയിം എയർ ക്വാളിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരണമെങ്കിൽ അവിടെ എന്ത് വേണം, ഇത്രയും എയർ ക്വാളിറ്റി അവിടെ അത്യാവശ്യമായിട്ട് വരണം. കാരണം ഇത്രയും ശക്തിയിൽ കാറ്റ് വീശണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം. സം ഹാവ് വോയിസ്ഡ് കൺസേൺ ഓവർ ദ noise produced by rotor blades, aesthetics impact and the plight of birds that fly into the rotors. Most of the problems do not exist in India as wind farms are located in remote areas, or other problems have already been resolved through the technological development. അപ്പം പിന്നെ വിൻഡ് എനർജി ത്രൂ നമുക്ക് എന്തെല്ലാം അവസ്ഥകളുണ്ടെന്ന് പറയുന്നത്, ചിലപ്പം ഇത് വിൻഡ് എനർജിയിൽ അതിൻ്റെതായ ശക്തികൾ കിട്ടാൻ വേണ്ടി നല്ല ഹൈറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചില സമയത്ത് നമുക്ക് പക്ഷികളുടെ അല്ലെങ്കിൽ മോട്ടോർ ബിൽഡുകളുടെയൊക്കെ ഇതായ വോയിസും മറ്റു കാര്യങ്ങളൊക്കെ അതിനെ പിന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കത്തക്ക രീതിയിലായിരിക്കാം. മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് ഡു നോട്ട് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ as wind farmers are located in remote areas. പൊതുവെ വിൻഡ് ഫാർമേഴ്സ്, അതായത് വിൻഡ് ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് മാത്രം വിൻഡ് മില്ല് സ്ഥാപിക്കാൻ വേണ്ടി അവിടെ സ്ഥലങ്ങളും മറ്റു സൗകര്യങ്ങളൊക്കെ വിട്ടുകൊടുത്തിരിക്കുന്നവരുണ്ട്. അവരൊക്കെ അധികം റിമോട്ട് ഏരിയയിലുള്ളവരാണ്. ഓൾറെഡി ഹാവ് ബിൻ റിസോൾവ് ത്രൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ഏരിയ റിമോട്ട് ഏരിയയിൽ നിന്ന് അവർ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റിലേക്ക് അവർ പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ദ മേജർ ചലഞ്ചസ് ടു യൂസ് വിൻഡ് ആസ് എ സോഴ്സ് ഓഫ് പവർ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻ്റർമിറ്റൻറ്റ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഓൾവേസ് ബ്ലോ വെൻ ഇലക്ട്രിസിറ്റി ഈസ് നീഡഡ്. അതായത് എന്താണ്, ഇവിടെ വിൻഡ് എനർജിയുടെ മേജറായിട്ടുള്ള ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ചിലപ്പോൾ കാറ്റ് വീശണമെന്നില്ല, ചിലപ്പോൾ ആവശ്യം കഴിഞ്ഞിട്ടായിരിക്കും കാറ്റ് വീശുന്നത്. കാറ്റുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡ്രോബാക്സ് ഇവിടെ ഇതിനെ സംബന്ധിച്ചിട്ടുണ്ട്. ദ ഫാക്ട് റിമെയിൻസ് ദാറ്റ് വിൻഡ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേഷൻ ഇൻ ദ വേൾഡ്. അപ്പം പിന്നെ വേൾഡിൽ തന്നെ വിൻഡ് എനർജി എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു, വേൾഡിൽ തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ്. ആൻഡ് ഹു നോസ് മൈറ്റ് ഈവൻ ബി എ ലുക്രേറ്റീവ് കരിയർ ഓഫ് ഫോർ മെനി. അത് മാത്രമല്ല ഇത് കുറേ പേർക്ക് ലാഭകരമായിട്ടുള്ള ഒരു കരിയറായിട്ട് മാറി തീർന്നിട്ടുണ്ട്.